السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. أما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقني وإياكم الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കാനും അതറിയാനും വേണ്ടി നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം പരലോകത്ത് ഉപകാരപ്പെടുന്ന മിസാനിൽ കനം തൂങ്ങുന്ന സാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മതവിജ്ഞാനത്തെക്കുറിച്ച് അറിവ് നേടുന്നതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറെ സുപരിചിതമായ ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. മതവിജ്ഞാനം നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, ഫർളാണ്. മതവിജ്ഞാനത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ വിജ്ഞാനവും നേടുക എന്നതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായും കർമ്മപരമായും അവൻ്റെ മേൽ എന്തെല്ലാം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ടോ, വാജിബായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ, അതിനെക്കുറിച്ചെല്ലാം പഠിക്കുക എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മതവിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യവും ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ് സഹോദരങ്ങളെ തൗഹീദ്, അല്ലെങ്കിൽ വിശ്വാസം ശരിയാക്കുക എന്ന കാര്യം പഠിക്കുക എന്നുള്ളത്. അതിനാണ് അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയുന്നത്. അൽ ഫിഖ്ഹുൽ അക്ബർ, ഏറ്റവും വലിയ ഫിഖ്ഹ്, അത് അഖീദയാണ്. അപ്പോൾ പഠിക്കേണ്ട വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതും പ്രാധാന്യമുള്ളതും വിശ്വാസ കാര്യങ്ങൾക്കാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ശർഈയായ വിജ്ഞാനങ്ങളെക്കാളും വിശ്വാസകാര്യങ്ങൾ, അഖീദ പഠിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? മുൻഗണന കൊടുക്കേണ്ടതുണ്ട്. കാരണം അഖീദയാണ്, വിശ്വാസമാണ് മറ്റെല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അടിത്തറ വിശ്വാസമാണ്. അതിൻ്റെ മുകളിലാണ് മറ്റെല്ലാം നിലകൊള്ളുന്നത്. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ശരിയാകാതെ മറ്റൊന്നും ശരിയാവുകയില്ല. ഖിയാമത്ത് നാളിൽ ആ വിശ്വാസം ശരിയാകാതെ, അഖീദ ശരിയാവാതെ അവന് ഖിയാമത്തിൽ രക്ഷയും ലഭിക്കുകയില്ല. അഥവാ ഖിയാമത്ത് നാളിൽ രക്ഷപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെടണമെങ്കിൽ ശരിയായ അഖീദ ഉൾക്കൊണ്ട ആളായിരിക്കണം. എന്താണ് അതിനുള്ളൊരു തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കേട്ടോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസാണ്. ജൂത ക്രിസ്ത്യാനികൾ 71 72 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കുമെന്നും ആ കക്ഷികളിലെല്ലാവരും നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ മില്ലതൻ വാഹിദ. ആ 73 കക്ഷികളിൽ, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് 73 കക്ഷികളിൽ ഒരൊറ്റ മില്ലത്ത്, ഒരൊറ്റ കക്ഷി ഒഴികെ, ഒരൊറ്റ വിഭാഗം ഒഴികെ. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ, ആരാണവർ? ആ രക്ഷപ്പെടുന്ന കക്ഷി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. ഇന്ന് ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലാണോ, ഏതൊരു ആദർശത്തിലാണോ, ആ നിലപാടിലും ആദർശത്തിലും വിശ്വാസത്തിലുമായി നിലകൊള്ളുന്ന ആളുകൾ.
അവരാണ് ഖിയാമത്തിൽ പരലോകത്ത് വിജയിച്ച കക്ഷികളിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ കക്ഷികൾക്ക് എന്ത് പേര് പറയുന്നത്? അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട കക്ഷി എന്ന് ഉലമാക്കൾ അഹ്ലുസുന്നക്ക് പേര് പറയുന്നത് ഈ ഹദീസിൽ നിന്നെടുത്ത പേരാണ്, രക്ഷപ്പെട്ട വിജയിച്ച കക്ഷി. ഇപ്പൊ നോക്കൂ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തും ഏതൊരു ആദർശത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസപരമായും കർമ്മപരമായും എല്ലാം വന്നു. ഏതൊരു നിലപാടിലായിരുന്നു ആ നിലപാടിൽ നിലകൊള്ളുന്ന ആളുകൾ, ആ ഒരു ആദർശത്തിൽ നിലകൊള്ളുന്ന ആളുകൾ, എങ്കിൽ മാത്രമേ അവർക്ക് മാത്രമേ ഖിയാമത്തിൽ രക്ഷയുള്ളൂ, അവർ മാത്രമാണ് ഖിയാമത്തിൽ രക്ഷപ്പെടുന്ന വിഭാഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് ഈമാനിന്റെ അടിത്തറകൾ, അതിൻ്റെ റുക്നുകൾ, വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ, റുക്നുകൾ എന്തൊക്കെയാണ്, ഈമാൻ ശരിയാവാൻ പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശരിയായ വിശ്വാസം എന്താണ്, അതിന് നേരെ വിപരീതമായ തെറ്റായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കാരണം അതെന്തിനാണ് നമ്മൾ അറിയുന്നത്? അതിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി, അതിലേക്ക് പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ശരിയായ വിശ്വാസത്തിനെതിരായ കാര്യങ്ങളും അതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ എന്ന വിഷയത്തിൽ അത് പഠിപ്പിക്കുന്ന ഒരുപാട് കിതാബുകൾ, ഗ്രന്ഥങ്ങൾ മുൻഗാമികളിലും പിൽക്കാലക്കാരിലും പെട്ട പണ്ഡിതന്മാർ രചിച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ചിലതൊക്കെ വലിയ കിതാബുകളാണ്, വാള്യങ്ങളുള്ള കിതാബുകളാണ്. ചിലത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ വിശ്വാസകാര്യങ്ങൾ പ്രതിപാദിച്ചു പോകുന്ന കിതാബുകളാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചെറിയ ചെറിയ റിസാലകൾ അഖീദ പഠിപ്പിക്കാൻ എഴുതിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. തൗഹീദും അഖീദയും പഠിപ്പിക്കാൻ കൂട്ടത്തിൽ അറിയുന്ന ഒരു റിസാലയുടെ പേര് പറഞ്ഞ് ചെറിയ റിസാല, അൽ ഉസൂലു സലാസ പോലെ, അൽ ഖവാഇദുൽ അർബഅ പോലെ, ഇങ്ങനെ ചെറിയ ചെറിയ 1-2 പേജുകളിൽ മാത്രം ഒതുങ്ങുന്ന റിസാലകൾ വിശ്വാസകാര്യങ്ങൾ അഖീദ പഠിപ്പിക്കാൻ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഖീദ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന, ചർച്ച ചെയ്യുന്ന കവിതാരൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. പദ്യരൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വലിയതും അല്ല ചെറിയ രൂപത്തിലുള്ള പദ്യരൂപത്തിലും പണ്ഡിതന്മാർക്കുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പറയാൻ, അതുപോലെ തന്നെ എളുപ്പത്തിൽ മനഃപ്പാടമാക്കാനും സാധിക്കുമെന്നതാണ് പദ്യരൂപത്തിൽ എഴുതുന്നതിൻ്റെ ഒരു ഉപകാരം. അങ്ങനെ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള, കവിതാരൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വിശ്വാസ പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ആരംഭിക്കുന്ന അൽ ഖസീദത്തുൽ ലാമിയ എന്ന പേരിലുള്ള ചെറിയ ഒരു കവിത. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്ന ഒരു ചെറിയ കവിതയാണ് അൽ ഖസീദത്തുൽ ലാമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കവിത. ഈ കവിതയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ്, ഏതൊരു കിതാബും പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ആ ഗ്രന്ഥം എഴുതിയ ഗ്രന്ഥകാരനെ കുറിച്ച് ഒരല്പം ചുരുങ്ങിയ രൂപത്തിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ ചുരുങ്ങിയ ഒരു ജീവചരിത്രം പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹം അറിയപ്പെട്ടത് ഷെയ്ഖുൽ ഇസ്ലാം എന്ന സ്ഥാനപ്പേരിലാണ്. അത് തന്നെ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ വലുപ്പമാണ് ആ ഒരു സ്ഥാനപ്പേര് അറിയിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം എന്നത് അങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സ്ഥാനപ്പേരല്ല. അത്രയും വിജ്ഞാനത്തിൽ, ആഴത്തിൽ വിജ്ഞാനം നേടിയ വ്യക്തികൾക്ക്, ചില്ലറ പണ്ഡിതന്മാർ മാത്രമേ ആ പേരിൽ അറിയപ്പെട്ടിട്ടുള്ളൂ. അക്കൂട്ടത്തിൽ ഒരാളാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാ. അപ്പം അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ്. ഹുവ ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇമാമുൽ മുഹദ്ദിസ് അൽ ഹാഫിദ്
തഖിയുദ്ദീൻ അബുൽ അബ്ബാസ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ പറഞ്ഞതാണ്. ഷെയ്ഖുൽ ഇസ്ലാമാണ്, ഇമാമാണ്, മുഹദ്ദിസാണ്, ഹാഫിളാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ ആഴമാണ് അറിയിക്കുന്ന ചില വിശേഷണങ്ങളാണ്. അദ്ദേഹത്തിന്റെ കുനിയത്താണ് അബുൽ അബ്ബാസ്. അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്നാണ്. അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദിസ്സലാം ഇബ്നു തൈമിയ്യത അൽ ഹറാനി. ഷാമിലെ ഹറാൻ എന്ന പ്രദേശത്ത് ആണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ തൈമിയ, ഇബ്നു തൈമിയ എന്ന് പറയപ്പെട്ടതിന്റെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുള്ള പറയുന്നു, അദ്ദേഹത്തിന്റെ പിതാമഹന്മാരിൽ വല്യുപ്പമാരിൽ ഒരാളാണ് മുഹമ്മദ് എന്ന പേരുള്ള ഒരു വ്യക്തി. ആ വല്യുപ്പയുടെ ഉമ്മയുടെ പേര് തൈമിയ എന്നായിരുന്നു. ആ ഉമ്മയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇബ്നു തൈമിയ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. പിതാമഹന്മാരിൽ ഒരാളുടെ ഉമ്മയിലേക്ക് ആണ് അദ്ദേഹം അങ്ങനെ ചേർത്തപ്പെട്ടുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ 621 വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു തിങ്കളാഴ്ചയാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള ജനിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഹറാൻ എന്ന പ്രദേശത്ത്, ഷാമിലെ ഹറാൻ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ജനിച്ചതും വളർന്നതുമെല്ലാം ഒരു ഇൽമു കൊണ്ട് അറിയപ്പെട്ട വൈജ്ഞാനികമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം. അദ്ദേഹത്തിന്റെ വാപ്പയുടെ വാപ്പയുമെല്ലാം പണ്ഡിതന്മാരായിരുന്നു, അറിയപ്പെട്ട ആലിമുകളായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയുടെ പേരാണ്, വല്യപ്പയുടെ പേരാണ് മജിദുദ്ദീൻ അബുൽ ബറക്കാത്ത്. അദ്ദേഹം വലിയ അറിയപ്പെട്ട ഹംബലി മദ്ഹബിൽ വളരെ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിനായി ഒരു കിതാബുണ്ട്, മുൻതഖൽ അഖ്ബാർ, ബുലൂഗുൽ മറാം എല്ലാം ഒക്കെ പോലെയുള്ള ആ ഒരു തർത്തീബിൽ ക്രോഡീകരിച്ചിട്ടുള്ള ഹദീസ് ഗ്രന്ഥമാണ് മുൻതഖൽ അഖ്ബാർ. ആ കിതാബിനെയാണ് പിൽക്കാലത്ത് ഇമാം ഷൗക്കാനി റഹിമഹുള്ള വിശദീകരിച്ചത്. ഏത് കിതാബിലൂടെ? നൈലുൽ ഔതാർ എന്ന കിതാബ് ഇമാം ഷൗക്കാനി റഹിമഹുള്ള വിശദീകരിച്ചത് മജിദുദ്ദീൻ അബുൽ ബറക്കാത്ത് എന്ന ഇബ്നു തൈമിയയുടെ ഉപ്പാപ്പയുടെ കിതാബായ മുൻതഖൽ അഖ്ബാറിനെയാണ്. അപ്പോ അദ്ദേഹം വളർന്നതെല്ലാം ഈ നിലക്ക് അറിവ് കൊണ്ട് അറിയപ്പെട്ട കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഇൽമു പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഹിജറ 667 തർത്താരികൾ അദ്ദേഹത്തിന്റെ നാടിനെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആ നാട് ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി തീർന്നു. അങ്ങനെ കുടുംബത്തോടൊപ്പം അദ്ദേഹം ഹറാൻ എന്ന പ്രദേശം ഉപേക്ഷിച്ച് പിന്നീട് അവർ ദമസ്കസിലേക്ക് മാറി താമസിച്ചു. പിന്നീട് അവിടെയാണ് അവരുടെ താമസമുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അന്ന് ചെറുപ്രായമാണ്. 661 ജനിച്ച് 667 ആവുമ്പോഴേക്ക് വാപ്പയുടെ കൂടെ അദ്ദേഹം ഹറാൻ ഉപേക്ഷിച്ച് ദമസ്കസിലേക്ക് താമസം മാറി. അദ്ദേഹം വിജ്ഞാനം സ്വീകരിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്നാണ്, പിതാവിൽ നിന്നാണ്. അദ്ദേഹം ആലിമായിരുന്നു. പിന്നീട് ആ നാട്ടിലെ ദമസ്കസിലെ ഉലമാക്കളിൽ നിന്ന് അദ്ദേഹം അറിവ് നേടി. അങ്ങനെ ഹംബലി മദ്ഹബ് അദ്ദേഹം നന്നായി പഠിക്കുകയും, അങ്ങനെ എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന്റെ വാപ്പയുടെ കാലശേഷം ആ നാട്ടിലെ ഷെയ്ഖായി തീർന്നു, അറിയപ്പെട്ട ഒരു പണ്ഡിതനായി മാറി ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരെ കുറിച്ച്, ഉസ്താദുമാരെ കുറിച്ച് പറയപ്പെടുന്നത് 200-ലധികം ഗുരുനാഥന്മാരിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് അദ്ദേഹം ഇൽമ് നേടിയിട്ടുണ്ട് എന്നാണ്. അവരിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒന്ന് അദ്ദേഹത്തിന്റെ വാപ്പയാണ്, പിതാവ് തന്നെയാണ്. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന്റെ ഇൽമിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ചെറുപ്രായത്തിൽ തന്നെ വലിയ പണ്ഡിതന്മാരുടെ ദറജയിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട് എന്നാണ്. എത്രത്തോളം വലിയ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് പോലെ ആ ഒരു ദർജയിലേക്ക്, ഫത്വ കൊടുക്കാനുള്ള ദർജയിലേക്ക് അദ്ദേഹം 20 വയസ്സാകുന്നതിന് മുമ്പ് 18-19 വയസ്സിന് അദ്ദേഹം ഫത്വ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അഥവാ
അന്നത്തെ കാലത്ത് വലിയ പണ്ഡിതന്മാർക്ക് മാത്രം സാധിക്കുന്ന ഒരു ദറജയിലേക്ക് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു ഉലമാക്കളുടെ ദറജയിലേക്ക് അദ്ദേഹം ഉയർന്നിട്ടുണ്ട്. അതിന് അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകിയിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ 31-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. പിന്നീട് ജീവിതത്തിൽ സഹോദരങ്ങളെ പല തവണയായി പല നിലക്കുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 32-ാമത്തെ വയസ്സിൽ ജയിലിലടക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെ ഭരണാധികാരിയോട് സംസാരിച്ച വിഷയത്തിലാണ് പിന്നീട് ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാ ജയിലിലടക്കപ്പെടുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പ്രസിദ്ധമായ ഒരു കിതാബ് എഴുതിയിട്ടുള്ളത്, അസ്സാരിമുൽ മസ്ലൂൽ അലാ ഷാതിമിർ റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നവനെതിരെ ഊരിപ്പിടിച്ച വാൾ എന്നാണ് ആ കിതാബിന്റെ പേര്. ഇന്നും ഈ വിഷയത്തിൽ പ്രസ്തുത കിതാബ് ഒരു അവലംബം തന്നെയാണ്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ വർഷം 728 അദ്ദേഹത്തിന്റെ വയസ്സ് 67 വയസ്സ്. 67-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. നോക്കൂ, അദ്ദേഹത്തിന്റെ ജീവിതത്തിനിടക്ക് 5-6 തവണ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. ഓരോന്നിനും വ്യത്യസ്തങ്ങളായ കാരണങ്ങളാണ്. കുറച്ചുനാൾ ജയിലിൽ അടക്കപ്പെടും, പിന്നീട് മോചിക്കപ്പെടും, 1-2 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും വേറെ ചില പ്രശ്നങ്ങളാൽ. എല്ലാം അദ്ദേഹത്തിന്റെ എതിരാളികൾ ഉണ്ടാക്കിവിടുന്ന പ്രശ്നങ്ങളുടെ വിഷയത്തിലാണ്. അത് ഭരണാധികാരിയിലേക്ക് എത്തി പിന്നീട് അദ്ദേഹത്തെ ജയിലിലടക്കാൻ നിർബന്ധിതനാകുന്ന ഒരവസ്ഥ. അങ്ങനെ അദ്ദേഹത്തിന്റെ ശത്രുക്കളാൽ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, അതിനിടയിൽ പല സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളാണ്, പീഡനങ്ങളാണ്. അവസാന നാളുകളിൽ ദിമഷ്കിലെ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മരണത്തിന് മുമ്പുള്ള അവസാന ജയിൽവാസ സമയത്ത് ആളുകളുമായുള്ള സംസാരവും എഴുത്തും വായനയും എല്ലാം അദ്ദേഹത്തിന് തടയപ്പെട്ടു. അവസാന നാളുകളിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥ ജയിലിൽ. ആ സമയത്ത് അദ്ദേഹം വായനയൊന്നും എല്ലാം തടഞ്ഞു, ഒരു കിതാബ് ഒന്നുമില്ല. ആ സമയത്ത് അദ്ദേഹം മുഴുവനായും ഖുർആൻ പാരായണത്തിലും ദിക്റിലുമായി മുഴുകിയെന്നാണ്. എത്രത്തോളം എന്നാൽ 80-ലേറെ തവണ ആ ഒരു സമയത്ത് അദ്ദേഹം ഖുർആൻ മുഴുവനായും ഓതി തീർത്തു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ സൂറത്തുൽ ഖമറിൽ അവസാനത്തെ ആയത്തുകളിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഏതാണ് ആ ആയത്ത്? സൂറത്തുൽ ഖമറിൽ അവസാനത്തെ ആയത്ത്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ ജന്നാത്തിലായിരിക്കും, സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. ഫീ മഖഅദി സിദ്ഖിൻ, സത്യത്തിന്റെ ഇരിപ്പിടത്തിൽ, ഇൻദ മലീകിൻ മുഖ്തദിർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ആയിരിക്കും എന്ന് പറയുന്ന നല്ല അടിമകളുടെ വിശേഷണം പറയുന്ന ആ ഒരു ആയത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. അങ്ങനെ ളുഹർ നിസ്കാര ശേഷം അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരം നിർവഹിക്കപ്പെട്ടു. ആ നാട് മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും തിരക്കായിരുന്നു അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിനും ശേഷമുള്ള മറ്റു ചടങ്ങുകൾക്കുമൊക്കെ ഉണ്ടായിരുന്നത്. അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. നോക്കൂ, നിങ്ങൾ അറിവ് കൊണ്ടും ആയുധം കൊണ്ടും എല്ലാ നിലക്കും അദ്ദേഹം ഒരു മുജാഹിദായിരുന്നു, ജിഹാദ് ചെയ്ത വ്യക്തിയാണ്. ആ നൂറ്റാണ്ടിലെ മുജദ്ദിദായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, പരിഷ്കർത്താവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ കാലത്ത്, അദ്ദേഹത്തിന്റെ കാലത്ത് പല വ്യതിയാന കക്ഷികളാൽ മാറ്റിമറിക്കപ്പെട്ട ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ ആദർശത്തെ അദ്ദേഹത്തിലൂടെയാണ്, അഹ്ലുസുന്നയുടെ അഖീദയെ അദ്ദേഹത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത്. അന്നും ഇന്നും അദ്ദേഹത്തിന്റെ ഇൽമിൽ നിന്ന് ആളുകൾ ഉപകാരം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലം തൊട്ട് ഇന്ന് വരെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ശത്രുക്കളും എല്ലാവരും അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് ഉപകാരം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൽമു കൊണ്ട്
അദ്ദേഹം സകല പിഴച്ച കക്ഷികളെയും എല്ലാ പിഴച്ച കക്ഷികളുടെയും എല്ലാം അടിവേററുത്തിട്ടുണ്ട് യഥാർത്ഥ കിതാബിന്റെയും സുന്നത്തിന്റെയും ഇൽമു കൊണ്ട്. ഏതൊരു വ്യതിയാന കക്ഷികൾക്കുമെതിരെ അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ കിതാബുകളിൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ആയുധം കൊണ്ട് അദ്ദേഹം ജിഹാദ് ചെയ്തിട്ടുണ്ട്. തർത്താരികളോടുള്ള യുദ്ധമാണത്. ആ ജിഹാദിനു വേണ്ടി ആ നാട്ടിലെ മുതിർന്നവരോടും പണ്ഡിതന്മാരോടുമെല്ലാം അദ്ദേഹം സംസാരിക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ 4 അവസ്ഥകളാണ് അദ്ദേഹത്തിന്റെ ജീവിതം ചുരുക്കി പറയാൻ. ഒന്ന് ജിഹാദാണ്. രണ്ടാമത്തേത് തടവറയിലുള്ള അവസ്ഥ, ഒരുപാട് കാലം ജയിലിൽ, കുറച്ചു കാലം ജിഹാദുമായി അങ്ങനെ. മൂന്നാമത്തെ അവസ്ഥ അതാ നാട് കടത്തപ്പെടുന്നു, സ്വന്തം നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെടുന്ന അവസ്ഥ. നാലാമത്തത് അതിനിടയിൽ ഈ പറഞ്ഞ പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇടയിലൊക്കെ ദീനി പ്രബോധനം, ദഅവത്ത് ആളുകൾക്ക് പറഞ്ഞുകൊടുത്തും അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതിയുമെല്ലാം അദ്ദേഹം ജീവിതം കഴിച്ചുകൂട്ടി. ഇങ്ങനെ 4 അവസ്ഥകളാണ് പ്രധാനമായും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ദീനിന്റെ ഒട്ടുമിക്ക എല്ലാ വിഷയങ്ങളിലും വിശാലമായ അറിവുള്ള, അഗാധ പാണ്ഡിത്യമുള്ള, 4 മദ്ഹബുകളിലും ആഴത്തിൽ അറിവുള്ള വലിയ പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തെ പോലെ ഒരാളെ പിന്നീട് മുസ്ലിം ലോകം കണ്ടിട്ടില്ല എന്നാണ്. അത്രയും വിജ്ഞാനം കൊണ്ട് അറിയപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിലും വളരെ പെട്ടെന്ന് മനഃപ്പാടമാക്കാനുള്ള അപാരമായ കഴിവിലും അദ്ദേഹത്തിന്റെ നാട്ടുകാർ ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിന്റെ അറിവും കഴിവും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അറിയാൻ അദ്ദേഹം അറിവ് പകർന്നുകൊടുത്ത അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലേക്ക് നോക്കിയാൽ മതി. അത്രയും അധികം ധാരാളക്കണക്കിന് ശിഷ്യന്മാർ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലയിൽ നിന്ന് ഇൽമ് നുകർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ അറിയപ്പെട്ട 1-2 ശിഷ്യന്മാരുടെ പേര് ആർക്കാ പറയാൻ സാധിക്കാം? എല്ലാവരും ഒന്നാമത് പറയാൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അദ്ദേഹത്തെയാണ്. ഒരുപാട് ഉപകാരപ്രദമായ കിതാബുകൾ എഴുതിയിട്ടുള്ള വലിയ പണ്ഡിതനാണ്. ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെ തന്നെ വേറെ നമ്മൾ പഠിക്കേണ്ട, വായിക്കേണ്ട ഒരു ചരിത്രമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ജീവചരിത്രം. അത്രയും മനോഹരമായ കിതാബുകളുടെ ഉടമയാണ്, സാഹിബാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ. അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതന്മാരുടെ പേര് ഇബ്നു കസീർ അശ്ശാഫിഈ മുഫസ്സിർ, അതുപോലെ തന്നെ അൽ ഹാഫിള് ദഹബി, കേട്ടിട്ടില്ല? ഇമാം ദഹബി, അതുപോലെ തന്നെ ഇമാം അൽ മിസ്സി, അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ഹാദി, ഇബ്നു റജബ് അൽ ഹംബലി. ഇങ്ങനെ ഒരുപാട് അറിയപ്പെട്ട മുസ്ലിം ലോകത്ത് വളരെ പ്രസിദ്ധമായ വലിയ വലിയ പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയിൽ നിന്ന് ഇൽമു നേടിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. നോക്കൂ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം അദ്ദഹബി റഹിമഹുല്ല ഉസ്താദിനെ കുറിച്ച് പറയുന്ന വാചകം നോക്കൂ. ഉസ്താദിന്റെ ഇൽമ്, ആ ഇൽമിനെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, യസ്ദുഖു അലൈഹി അൻ യുഖാല കുല്ലു ഹദീസിൻ ലാ യഅരിഫുഹു ഇബ്നു തൈമിയ്യ ഫലൈസ ബിഹദീസിൻ. അദ്ദേഹത്തെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഇത്രത്തോളം പറയാവുന്നതാണ്. ഇമാം ദഹബി പറയാണ്, ഇബ്നു തൈമിയ്യ അറിയാത്ത ഒരു ഹദീസ് അത് ഹദീസല്ല. അത്രയും വിജ്ഞാനത്തിൽ ആഴത്തിൽ അറിവുള്ള ഒരു പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. ഇത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഉസ്താദിനെ പുകഴ്ത്തി പറഞ്ഞതാണ്. അതുപോലെ തന്നെ അൽ ഇമാം അൽ മിസ്സി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ മറ്റൊരാളാണ്. അദ്ദേഹം പറയുന്നു, മാ റഅയ്തു മിസ്ല, ഇബ്നു തൈമിയ്യയെ പോലെ അറിവും പാണ്ഡിത്യവുമുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. വമാ റഅയ്തു അഹദൻ അഅലമ ബികിതാബില്ലാഹ് വസുന്നതി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അത്ബഅ ലഹുമാ മിൻഹു. അല്ലാഹുവിന്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഏറ്റവും കൂടുതൽ വിജ്ഞാനമുള്ളതും ആ 2 കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുടർന്ന് ജീവിക്കുന്നതുമായ മറ്റൊരാളെ, ഇബ്നു തൈമിയ്യയേക്കാൾ കൂടുതലായി മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ വിജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കിതാബുകൾ, രചനകൾ, ഗ്രന്ഥങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള അഹ്ലുസുന്നയുടെ ശരിയായ അഖീദ നിറഞ്ഞു നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ. അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തുപോയ ബിദ്അകളുടെയും
അതുപോലെ തന്നെ ഇതര മതങ്ങളുടെയും എല്ലാം വഴികേടുകളും തുറന്നു കാട്ടുന്ന, ഇസ്ലാമിനും അഹ്ലുസുന്നക്കുമെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾക്കും കള്ള ആരോപണങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമെല്ലാം കൃത്യവും വ്യക്തവുമായ മറുപടി നൽകുന്നതുമാണ് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രസ്തുത വിഷയങ്ങളിലെല്ലാം, ഏത് വിഷയങ്ങളാകട്ടെ, അതിലെല്ലാം ഇന്നും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇന്നും ഒരു അവലംബം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പരിശ്രമവും അധ്വാനവും മുഴുവനും ഈ ദീനിനു വേണ്ടിയും ശരിയായ അഖീദക്കും തൗഹീദിനും വേണ്ടിയുള്ളതായിരുന്നു എന്നതിന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ തന്നെ സാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ ചില ഗ്രന്ഥങ്ങളുടെ പേര് മാത്രം നമ്മളിവിടെ വായിക്കണം. നിങ്ങൾക്കറിയാവുന്ന 1-2 കിതാബുകൾ പറഞ്ഞ്: അൽ അഖീദത്തുൽ വാസിത്തിയ്യ, മിൻഹാജുസ് സുന്ന, ഷിയഈകൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഗ്രന്ഥമാണ് മിൻഹാജു അസ്സുന്ന. നേരത്തെ ഞാൻ പറഞ്ഞു, ഏത് പിഴച്ച കക്ഷികൾക്കെതിരെയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദർഉ തആറുദിൽ അഖ്ലി വന്നഖൽ. അതുപോലെ തന്നെ ജഹ്മിയാക്കൾക്കുള്ള പിഴച്ച ഒരു വിഭാഗമാണ്. അസ്മാഉ സിഫാത്തിനൊക്കെ നിഷേധിക്കുന്ന ഒരുപാട് പിഴവുകളുള്ള വലിയ പിഴച്ച വാദങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ജഹ്മിയാക്കൾ. അവരുടെ ശുബഹത്തുകൾക്ക് മറുപടി കൊടുത്തിട്ടൊരു ഗ്രന്ഥമുണ്ട്, ബയാനു തൽബീസിൽ ജഹ്മിയ എന്ന പേരിൽ. അതുപോലെ തന്നെ അൽ ഇസ്തിഖാമ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. അൽ ജവാബു സഹീഹ് ലിമൻ ബദ്ദല ദീനൽ മസീഹ്, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മറുപടിയാണ്. അസ്സാരിമുൽ മസ്ലൂൽ അലാ ഷാത്തിം അർ റസൂൽ, നേരത്തെ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചീത്ത പറയുന്നവർക്കെതിരെയുള്ള ഊരിപ്പിടിച്ച വാളെന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ കിതാബ്. ഇഖ്തിലാഉസ് സിറാത്ത് അൽ മുസ്തഖീം. അതുപോലെ തന്നെ അൽ വാസിത്തിയ്യ, തദ്മുരി, അൽ ഹമവി, അൽ ഫുർഖാൻ ബൈന ഔലിയാഇ ശൈത്താൻ വ ഔലിയാഇ അർ റഹ്മാൻ എന്ന പേരിൽ ഇങ്ങനെ ഒരുപാട് കിതാബുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഞാൻ ചില പേരുകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. എത്രത്തോളം ഇങ്ങനെ ചെറുതും വലുതുമായി 300-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ചില എഴുത്തുകൾ കവിതാരൂപത്തിലാണ്. അതിൽപ്പെട്ടതാണ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്ന അൽ ഖസീദത്തുൽ ലാമിയ എന്ന പേരിലുള്ള ചെറിയൊരു കവിത. അപ്പൊ നോക്കൂ സഹോദരങ്ങൾ, ഇങ്ങനെ ഒരുപാട് കിതാബുകളുടെ ഉടമയാണ് മഹാനായ പണ്ഡിതൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. ഇനി നമുക്ക് നമ്മുടെ ലാമിയയിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ കവിതാരൂപത്തിലുള്ള ഒരു എഴുത്താണ് അൽ ഖസീദത്തു അൽ ലാമിയ എന്ന പേരിലുള്ള കവിത. ഈ ഒരു കവിതയിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ എന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസകാര്യങ്ങളിൽ എല്ലാം അതിലില്ല. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഈ ഒരു കവിതയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാണ്? സൂചന മാത്രം ഞാൻ പറയാം, വിശദീകരണം ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കും. എല്ലാ വിശ്വാസകാര്യങ്ങളും അതിലില്ല. ചില വിഷയങ്ങൾ മാത്രം അദ്ദേഹം സൂചിപ്പിച്ചു പോയി. സഹാബത്തിനെ കുറിച്ചുള്ള അഖീദ, ആലുബൈത്തിനെ കുറിച്ച്, നബി കുടുംബത്തെക്കുറിച്ചുള്ള വിശ്വാസം, അസ്മാഉ സിഫാത്ത്, ഖുർആൻ, മീസാൻ, ഹൗള്, സിറാത്ത്, അസാബുൽ ഖബർ, ഖബർ ശിക്ഷ, അതുപോലെ തന്നെ സ്വർഗ നരകം. ഈ കാര്യങ്ങളാണ് ഈ കവിതയിൽ പ്രധാനമായും ഷെയ്ഖ് റഹിമഹുല്ലാ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിഷയങ്ങൾ. ഇനി നോക്കൂ, എന്തുകൊണ്ടാണ് ലാമിയ എന്ന പേരിൽ ഈ കവിത അറിയപ്പെട്ടത്? ആരാണ് പറയാ? എന്തുകൊണ്ടാണ് ലാമിയ എന്ന പേരിൽ അറിയപ്പെട്ടത്? ഈ കവിതയുടെ ഓരോ വരികളും അവസാനിക്കുന്നത് അറബി അക്ഷരം ലാം എന്ന അക്ഷരത്തിലാണ്. അത് നിങ്ങൾ ഓരോ വരികളും വായിക്കുമ്പോൾ മനസ്സിലാവും. യാ സാഇലി അൻ മദ്ഹബി വ അഖീദതി റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു ഇസ്മഅ കലാമ മുഹഖഖിൻ ഫീ ഖൗലിഹി ലാ യൻസനി അൻഹു വലാ യതബദ്ദലു. അങ്ങനെ ഓരോ വരികളും അവസാനിക്കുന്നത് ലാം എന്ന അക്ഷരത്തിലാണ്. അതുകൊണ്ട് ആ ഒരു പേരിലേക്ക് ലാമിയ എന്ന പേര് അറിയപ്പെട്ടത് അതുകൊണ്ടാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലക്ക് ഇങ്ങനെ അക്ഷരത്തിൽ അവസാനിക്കുന്ന പേരിലുള്ള ഒരു കവിതയുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, നൂനിയ. ആ കവിതയെല്ലാം അവസാനിക്കുന്നത് ഓരോ വരികളും നൂനിലാണ്. അതുകൊണ്ട് ആ അക്ഷരത്തിലേക്ക് ചേർത്തി പറയപ്പെട്ടുകൊണ്ട് അങ്ങനെ ലാമിയ, താഇയ, നൂനിയ, ഹാഇയ ഉണ്ട്. ഇതുപോലെ തന്നെ ലാമിയ പോലെ പഠിക്കുന്ന മറ്റൊരു കിതാബാണ് ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ല. അബൂ ദാവൂദ് കേട്ടിട്ടില്ലേ? സുനൻ അബി ദാവൂദ്, ഹദീസ് ഗ്രന്ഥങ്ങൾ, കുതുബു സിത്തയിലെ ഒരു ആലിമാണ് അബൂ ദാവൂദ്. അദ്ദേഹത്തിന്റെ മകൻ
ഇബ്നു അബി ദാവൂദ് അദ്ദേഹത്തിനൊരു അഹ്ലുസുന്നയുടെ വിഷയങ്ങൾ ഇതുപോലെ ലാമിയ പോലെ ഉള്ള ഒരു കുറച്ചധികം വരികൾ കൂടുതലുള്ളൊരു കവിതയുണ്ട്. അതിൻ്റെ പേര് ഹാഇ ആണ്. ആ കവിതയുടെ എല്ലാ വരികൾ അവസാനിക്കുന്നത് ഹ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ലാമിയ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. 16 വരികളാണ് ഈ ലാമിയ എന്ന കവിതയിൽ ഉള്ളത്. ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ജീവചരിത്രം, അതുപോലെ തന്നെ ലാമിയ എന്ന കവിതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഇനി നോക്കൂ, അഖീദ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഈ 3 അടിസ്ഥാന തത്വങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് അംഗീകരിച്ച് അതിൽ നിലകൊള്ളുകയാണെങ്കിൽ അവൻ അഹ്ലുസുന്നയുടെ അഖീദയിൽ നിലകൊള്ളുന്നവനായിരിക്കും. ഏതാണ് 3 അടിസ്ഥാനങ്ങൾ? ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇഖ്വാൻ. ഒന്ന്, പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, അഹ്ലുസുന്ന ലാ യഅഖുദൂന മുഅതഖദാതിഹിം ഇല്ലാ മിനൽ കിതാബി വസ്സുന്ന. അഹ്ലുസുന്ന അവർ ഒരിക്കലും അവരുടെ വിശ്വാസ ആദർശങ്ങൾ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമല്ലാതെ എടുക്കുകയില്ല. ഒന്നാമത്തെ അടിസ്ഥാനം അതാണ്. അഹ്ലുസുന്ന വിശ്വാസ ആദർശങ്ങൾ സ്വീകരിക്കുന്നത് എവിടെ നിന്ന് മാത്രമാണ്? പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമാണ് വിശ്വാസ കാര്യങ്ങൾ അവർ സ്വീകരിക്കുക. ഫലൈസ ലനാ മസ്ദറുൻ നതലഖാ മിൻഹുൽ അഖായിദ് ഇല്ലാ കിതാബു റബ്ബിനാ വസുന്നത്തു നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമല്ലാത്ത മറ്റൊരു സ്രോതസ് അഹ്ലുസുന്നക്ക് ഇല്ല. അഹ്ലുസുന്ന ഒരിക്കലും വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കാൻ, സ്ഥിരപ്പെടുത്താൻ അവരുടെ ബുദ്ധിയെ മാത്രം അവലംബിക്കുകയില്ല. ആര് ചെയ്തതുപോലെ? ഫൽസഫയുടെ ആളുകൾ, ഇൽമുൽ കലാമിന്റെ ആളുകൾ ചെയ്തതുപോലെ. അവർ പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് സ്ഥാനം നൽകി. അഹ്ലുൽ കലാം, ഇൽമുൽ കലാമിന്റെ ആളുകൾ പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് സ്ഥാനവും പ്രാധാന്യവും നൽകി. ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? അശ്അരികളും മുഅ്തസിലികളും ജഹ്മിയാക്കളും പോലെയുള്ള പേഴ്ചകക്ഷികൾ. എത്രത്തോളം എന്നാൽ ഇൽമുൽ കലാമിന്റെ ആളുകളിൽ ചിലർ പറഞ്ഞത് ബുദ്ധിക്ക് നിരക്കാത്ത എല്ലാ പ്രമാണവും, ഖുർആനാകട്ടെ ഹദീസാകട്ടെ, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത എല്ലാം ഒന്നുകിൽ തള്ളിക്കളയണം, അല്ലെങ്കിൽ തങ്ങളുടെ ആദർശത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കണം. അതാണ് അവരുടെ പിഴവ്, അവരെ കൊണ്ട് എത്തിച്ച വഴികേടിന്റെ ആഴം. കിതാബിലും സുന്നത്തിലും ഒരു കാര്യം വന്നാൽ അത് അവരുടെ പിഴച്ച ബുദ്ധിക്ക് എതിരാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ തള്ള, അല്ലെങ്കിൽ അവർക്കൊപ്പിച്ച് വ്യാഖ്യാനിക്കുക. അതുപോലെ തന്നെ അഹ്ലുസുന്ന ഒരിക്കലും വിശ്വാസകാര്യങ്ങൾ സ്വീകരിക്കാൻ, സ്ഥിരപ്പെടുത്താൻ വെളിപാടുകൾ, സ്വപ്നങ്ങൾ, സൂഫികളെ പോലെ സ്വപ്നങ്ങളിൽ നിന്ന് വിശ്വാസം എടുക്കൂല. വെളിപാടുകളിൽ നിന്ന്, തോന്നലുകളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്നൊരിക്കലും വിശ്വാസകാര്യങ്ങൾ അഹ്ലുസുന്ന സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ കള്ളക്കഥകൾ, മൗലൂഉം നിർഭിനവുമായ ഹദീസുകളിൽ നിന്ന് അഹ്ലുസുന്ന ഒരിക്കലും വിശ്വാസകാര്യങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. റാഫിലികൾ ചെയ്തതുപോലെ അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ എമ്പാടും ഹദീസുകൾ, കള്ള ഹദീസുകൾ അവർ കെട്ടിച്ചമച്ചിട്ടുണ്ട്. ശരിയായ ഹദീസ് തൊട്ട് അവർ സ്വീകരിക്കൂല, എന്നാൽ അവർക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഹദീസുകൾ അവർക്ക് വേണ്ടി അവർ ഒപ്പിച്ച് നിർമ്മിച്ചിട്ടുണ്ട്, കള്ള ഹദീസുകൾ. അങ്ങനെ പിഴച്ച കക്ഷികൾ ചെയ്യുന്നത് പോലെ കള്ള ഹദീസുകളും ദുർബല ഹദീസുകളും കെട്ടുകഥകളും ഒന്നും അഹ്ലുസുന്ന അഖീദ സ്ഥിരപ്പെടുത്തുകയില്ല. അഹ്ലുസുന്നക്ക് അഖീദ സ്വീകരിക്കാൻ രണ്ടേ സ്രോതസ്സുകളേ ഉള്ളൂ: കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കിതാബും സുന്നത്തും ഒരാൾ മുറുകെ പിടിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ വിജയിച്ച കക്ഷികൾ ഉൾപ്പെടാൻ സാധിക്കും. ഇതിൽ നിന്നൊരാൾ മാറി നിന്നാൽ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഈ ഒരു ക്വാളിറ്റിയാണ് അഹ്ലുസുന്നയെ മറ്റു പിഴച്ച കക്ഷികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത്. കിതാബും സുന്നത്തുമാണ് അവരുടെ പ്രധാനപ്പെട്ട
അഖീദയുടെ സ്രോതസ്സുകൾ. ഇനി നോക്കൂ സഹോദരങ്ങളെ, കിതാബും സുന്നത്തുമാണ് അഹ്ലുസുന്നയുടെ അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. അഖീദ സ്വീകരിക്കാൻ ഒരാൾക്ക് അഹ്ലുസുന്നയുടെ യഥാർത്ഥ വഴിയിലാകാൻ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എടുത്താൽ മാത്രം മതിയോ? പോരാ. അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 3 അടിസ്ഥാന തത്വങ്ങളിൽ രണ്ടാമത്തെ അസ്ല്. ആ പറയുന്ന കാര്യമാണ് എന്താണ്? ഫഹ്മുൽ കിതാബി വസ്സുന്ന അലാ ഫഹ്മി സലഫിൽ ഉമ്മ. ഈ കിതാബും സുന്നത്തും നമുക്ക് തോന്നിയ പോലെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ വിശദീകരിച്ചിട്ടല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. അഖീദ സ്വീകരിക്കുമ്പോൾ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും നമ്മൾ എടുക്കുന്നു. അതാര് മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിലെ മുൻഗാമികൾ സലഫു സാലിഹീങ്ങൾ അവരാരൊക്കെയാണ്? സഹാബത്ത്, തബിഈങ്ങൾ, തബഉ തബിഈങ്ങൾ അടങ്ങുന്ന ആ ഉത്തമ തലമുറകൾ, 3 തലമുറകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈരിയത്ത്, നന്മ കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും അറിയിച്ചിട്ടുള്ള ആ ഒരു 3 തലമുറകൾ, അവരാണ് സലഫു സാലിഹീങ്ങൾ. അവർ ഈ 2 കിതാബും സുന്നത്തും മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 തലമുറയെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നമുക്ക് സുപരിചിതമാണ്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ എന്റെ തലമുറയാണ്, എന്നോടൊപ്പം ജീവിച്ച എന്റെ സഹാബത്ത്, പിന്നീട് അവർക്ക് ശേഷം വരുന്ന താബിഈങ്ങൾ, പിന്നീട് അവർക്ക് ശേഷം വരുന്ന തബഉ താബിഈങ്ങൾ. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. നമുക്ക് കിതാബ് സുന്നത്ത് മനസ്സിലാക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതെന്താണ്? ഈ ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. വിശ്വാസ കർമ്മ വിഷയങ്ങളിൽ ഏതിലും ആകട്ടെ, അത്തരം വിഷയങ്ങളിൽ സലഫുകളുടെ ഫഹ്മിൽ നിന്ന്, സലഫുകൾ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു അഭിപ്രായം, എതിരായ അഭിപ്രായമാണെങ്കിൽ എല്ലാം ബാത്തിലാണ്. അത് സ്വീകരിക്കൽ അനുവദനീയമല്ല. ഉമ്മത്ത് സലഫുകളുടെ ആ ഒരു ഫഹ്മിനനുസരിച്ച് മാത്രമാണ് കിതാബും സുന്നത്തും നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നോക്കൂ നിങ്ങൾ, ഈ ഒരു ഖാഇദ അഹ്ലുസുന്നത്തിനെതിരായ ബിദ്അഇകൾക്ക്, പിഴച്ച ആളുകൾക്ക് തീരെ ദഹിക്കാത്ത ഒരു ഖാഇദയാണ് നമ്മളീ പറഞ്ഞ രണ്ടാമത്തെ തത്വം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഖാഇദക്കെതിരെ അവർ തിരിയും. തങ്ങളുടെ ബിദ്അത്തുകൾക്കും പിഴച്ച ആശയങ്ങൾക്കും പ്രചാരണം ലഭിക്കണമെങ്കിൽ ഈ ഒരു അടിസ്ഥാനം പൊളിച്ചേ മതിയാവും. കാരണം എന്താണ്? ഖുർആനും സുന്നത്തും തങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ അവതരിപ്പിച്ചും വ്യാഖ്യാനിച്ചും അർത്ഥം പറഞ്ഞും ഒക്കെ നിലകൊള്ളുന്ന തങ്ങളുടെ ആശയങ്ങൾക്ക് എതിരെയുള്ള ശക്തമായ ഒരു ആയുധമാണ് ഈ ഒരു ഖാഇദ തത്വം എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ഉദാഹരണത്തിന് നമുക്ക് സൂഫികൾ എടുത്തു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യാം, ഇസ്തിഗാസ നടത്താം, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം, അതിനൊന്നും തെറ്റില്ല, അനുവദനീയമാണ് എന്നൊക്കെയുള്ള തങ്ങളുടെ പിഴച്ച വാദങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് അവർ തെളിവ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. നമ്മുടെ നാട്ടിൽ ദുർവ്യാഖ്യാനിക്കപ്പെട്ട ആയത്തുകളുടെ കൂട്ടത്തിൽ ഒരായത്താണത്. സൂഫികൾ മുന്നേ തെളിവ് പിടിച്ച ആയത്താണ്. എന്താണ് ആയത്തിലുള്ളത്? വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും, അവർ തങ്ങളോട് തന്നെ, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയാൽ ജാഊക, നബിയെ താങ്കളുടെ അടുത്തേക്ക് അവർ വരണം, എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അള്ളാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം, എങ്കിൽ അള്ളാഹുവിനെ പാപം പൊറുക്കുന്നവനായി അവർക്ക് കണ്ടെത്താം എന്നാണ് ആയത്തിലുള്ളത്. ഇവരതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എന്ത് പറയുന്നു? സൂഫികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകാനാണ് പറഞ്ഞത് തെറ്റ് ചെയ്ത ആളുകൾ. ഇസ്തിഗ്ഫാർ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതോടൊപ്പം തന്നെ റസൂലിന്റെ അടുത്തേക്ക് പോകണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്തേക്ക് ചെന്ന് അവിടുന്ന് റസൂലിനോട് കാര്യം പറഞ്ഞ് റസൂല് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം, എങ്കിലേ പുറത്തേരൂ എന്ന രീതിയിലുള്ള ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പറഞ്ഞ അടിസ്ഥാന തത്വം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് സിമ്പിളായിട്ട് നമുക്കതിനെ എതിർക്കാൻ പറ്റും. നമുക്ക് അവരോട് ചോദിക്കാം,
ഈ ഒരായത്ത് നിങ്ങൾ പറയുന്നത് പോലെ സഹാബത്ത്, തബഈങ്ങൾ, സലഫു സാലിഹ്യങ്ങൾ ആരെങ്കിലും ഈ നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അവരെല്ലാം മനസ്സിലാക്കിയത് എന്താണ്? ഇതിന് നേരെ വിപരീതമാണ്. നബിയെ താങ്കളുടെ അടുത്തേക്ക് അവർ വരണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? താങ്കളുടെ ജീവിതകാലത്ത് താങ്കളുടെ അടുത്തേക്ക് വന്ന് താങ്കൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുക എന്നത് മാത്രമാണ്. അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്തേക്ക് ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞ ഒരു സംഗതി ചരിത്ര ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങളിലോ ചരിത്രത്തിലോ ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ ഒരു അസ്ലുണ്ട് എങ്കിൽ, ഈ പറഞ്ഞ അടിസ്ഥാന തത്വം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഏതൊരു പിഴച്ച കക്ഷികൾക്കെതിരെയും നമുക്ക് പ്രതികരിക്കാൻ, മറുപടി കൊടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റു പിഴച്ച കക്ഷികളും എല്ലാവരും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഹദീസുകളും ഖുർആനും സുന്നത്തൊക്കെ പിടിച്ചിട്ടാണ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ആളുകൾ വിചാരിക്കും എന്താണ്, ഓനും ഖുർആനല്ലേ പറയുന്നത്, അവനും ഹദീസല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കും. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ ഓതി അവർക്ക് തോന്നിയ രൂപത്തിൽ അവർ അർത്ഥം പറയും. ഹദീസ് പറഞ്ഞ് അവരുടെ ആശയങ്ങൾക്കൊപ്പിച്ച് അവർ അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിക്കും. നമുക്കുള്ള മറുപടി എന്താണ്? ഇങ്ങനെയല്ല ഖുർആനും സുന്നത്തും എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് ഒരു രീതിയുണ്ട്. അത് സലഫു സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ. അവരിൽ പ്രധാനപ്പെട്ടവരാരാണ്? സഹാബികളാണ്. സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, ആ ഒരു നിലക്ക് പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് രണ്ടാമത്തെ അടിസ്ഥാന തത്വമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അടിസ്ഥാനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഈ ഒരു അടിസ്ഥാനത്തിന്, തത്വത്തിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് രണ്ട് ആയത്തുകൾ മാത്രം ഞാൻ സൂചിപ്പിക്കാണ്. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അല്ലാഹു പറയാണ്, അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ. ആരോടാണ് പറയുന്നത്? സഹാബത്തിനാണ് ഈ ആയത്ത് ഇറങ്ങിയത്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലായി. ഈ ആയത്ത് ഈ അടിസ്ഥാനത്തിനുള്ള തെളിവാണ്, സലഫി മൻഹജിനുള്ള തെളിവാണ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിൽ തെളിവ് പറയാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഇതിന് തെളിവുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ് ഇതിന് തെളിവാണ്. ഈ ഉമ്മത്ത് 73 കക്ഷികളാകും. അതിൽ രക്ഷപ്പെടുന്ന കക്ഷി ആരാണ്? മാ അന അലൈഹിൽ യൗമ. പിന്നെന്താ പറഞ്ഞത്? വ അസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബി ആരെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്? വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലാണോ ആ നിലപാടിലുള്ള ആളുകൾ മാത്രമേ പരലോകത്ത് വിജയിച്ച കക്ഷികളിൽ ഉൾപ്പെടുകയുള്ളൂ. അതും ഈ ഒരു ഖാഇദക്കുള്ള അടിസ്ഥാന തത്വത്തിനുള്ള തെളിവാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ, സലഫുകൾ, നല്ലവരായ മുൻഗാമികൾ, എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കിയതുപോലെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കണമെന്ന് നമ്മൾ പറയുന്നത്? ഖുർആനും സുന്നത്തും ഏറ്റവും ആദ്യമായി കേട്ടവർ അവരാണ്. ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് വിജ്ഞാനമുള്ളവരും അവർ തന്നെയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മനോഹരമായ ഒരു ഉദ്ധരണി കാണാം. മൻകാന മുസ്തന്നൻ, ആരെങ്കിലും മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്, മരണപ്പെട്ടു പോയ ആളുകളെ അവൻ മാതൃകയാക്കട്ടെ, അഥവാ സഹാബത്തിനെ. അദ്ദേഹം തന്നെ തുടർന്ന് പറയുന്നുണ്ട്. ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? മരണപ്പെട്ടവരെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. കാനൂ ഖൈറ ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണവർ. അബർറഹാ ഖുലൂബൻ, ഏറ്റവും ശുദ്ധമായ പുണ്യമായ ഹൃദയത്തിന്റെ ഉടമകളാണവർ. വഅഅമഖുഹാ ഇൽമൻ, ഈ ഉമ്മത്തിൽ ഏറ്റവും ആഴത്തിൽ ഖുർആനിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും വിവരമുള്ളവനാണവർ. ഖൗമുൻ, അവർ എങ്ങനെയുള്ള ആളുകളാണ്? ഇഖ്താറഹുമുല്ലാഹ്, അല്ലാഹുവാണ് അവരെ തെരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടി? ലിസുഹ്ബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാകാൻ അല്ലാഹുവാണ് അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വനഖലി ദീനിഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു അവതരിപ്പിച്ചു തന്ന ഈ ദീന് കൈമാറാൻ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് അവർ. ഫഅരിഫു ലഹും ഫദ്ലഹും, നിങ്ങൾ അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കണം, അംഗീകരിക്കണം. വത്തബിഉ അലാ ആസാരിഹിം, അവരുടെ പാത നിങ്ങൾ പിന്തുടരണം. അവരുടെ സ്വഭാവങ്ങളും ചര്യകളും എല്ലാം സാധിക്കുന്നത്ര നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം,
കാരണം അവർ നേരായ സിറാത്തുൽ മുസ്തഖീമിലാണ്, നേരായ പാതയിലുള്ളവരാണ് അവർ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, എങ്ങനെയാണ് അവർ ഈ പറഞ്ഞ രൂപത്തിലല്ലാതാവുക? കാരണം അവർ ഏത് മദ്രസയിൽ നിന്നാണ് പുറത്തിറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ നിന്നാണ് പുറത്തിറങ്ങിയ ഒരു വിഭാഗമാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അത്രയും ഉയർന്ന സ്ഥാനമുള്ള ഉമ്മത്തിലെ വിഭാഗമാണ് സഹാബത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ടത് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മാത്രമാണ്. എങ്കിലേ രക്ഷപ്പെട്ട കക്ഷികളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ അടിസ്ഥാന തത്വവും ശേഷം ഇൻഷാ അല്ലാഹ് ഈ കവിതയുടെ തുടക്കത്തിലേക്കും നമുക്ക് അടുത്ത ദർസുകളിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.